നമസ്കാരം, ഞാൻ ട്രെനിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ മറ്റൊരു വമ്പൻ റിക്രൂട്ട്മെന്റ് കൂടി അഖിലേന്ത്യാ അടിസ്ഥാന ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് 22,000-ലധികം ഒഴിവുകളിലേക്കുള്ള ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അന്നേരം നമ്മൾക്ക് പറഞ്ഞിരുന്നു ഡിസംബർ 31 തീയതി നോട്ടിഫിക്കേഷൻ, ജനുവരി 31 തീയതി അതിന്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബർ 27 തീയതി ആയിരുന്നു നമുക്ക് അതിന്റെ എംപ്ലോയ്മെന്റ് ഷോർട്ട് നോട്ടീസ് വന്നിരുന്നത്. എന്നാൽ അതിന് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതിലേക്ക് ഓൺലൈനായിട്ട് 2026 ജനുവരി 31 മുതൽ അതിലേക്ക് മാർച്ച് 2 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ അടിസ്ഥാന 22,000-ലധികം ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ്സിലാണ് അടിസ്ഥാന യോഗ്യത എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒന്നുകൂടി പറയുന്നു. 2026 ജനുവരി 31 മുതൽ മാർച്ച് 2 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതിനുശേഷം നമുക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി 2 ദിവസം കൂടെ സമയമുണ്ട്. മാർച്ച് 4 വരെ സമയം തന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ കറക്ഷൻസ് കൊണ്ട് ചെയ്യാനായിട്ട് മാർച്ച് 5 മുതൽ മാർച്ച് 14 വരെ അതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. വിഷയം പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഫീസ് അടച്ചെങ്കിൽ മാത്രമേ അതിന് അവസരം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് വേക്കൻസികൾ നമുക്ക് നോക്കാം. ആകെ ഇതിന്റെ അടിസ്ഥാന ശമ്പളം കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷൻ ലെവൽ 1 സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടിസ്ഥാന ശമ്പളം 18,000 രൂപയായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആകെ 22,000 നമ്മൾ ടെൻഡേറ്റീവായിട്ട് ഇപ്പോൾ 22,195 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കാനായിട്ട് പോകുന്നത്. 18 മുതൽ 33 റിസർവേഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ എത്രയും വേഗം ചെയ്യുക. കാരണം ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കരുത്. കാരണം എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. കാരണം അവസാന സമയത്ത് സൈറ്റ് ഒക്കെ ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓൺലൈനായിട്ട് തന്നെ വേണം ഇതിലേക്ക് അപേക്ഷിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റീജിയണൽ അവരുടെ വെബ്സൈറ്റുകളൊക്കെ സന്ദർശിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലഭ്യമാണ്. ആ സൈറ്റ് വഴി വേണം അപേക്ഷിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് ഡിവിഷനുകളുള്ളത് ഇതിലേക്ക് ഒരു റെയിൽവേ സോണിലേക്ക് അല്ലെങ്കിൽ റെയിൽവേ ബോർഡിലേക്ക് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ മതിയാവും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. ഒന്നിലധികം ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിനാൽ ഒരു ആപ്ലിക്കേഷൻ മാത്രം സമർപ്പിച്ചാൽ മതിയാവും. മെയിനായിട്ട് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. CBT ബേസ്ഡ് ആയിരിക്കും ആദ്യ സെലക്ഷൻ. അതിൽ സ്കോർ ചെയ്യുന്നവർക്കായിരിക്കും പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം ആയിരിക്കും പിന്നീട് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. 1/3 മാർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അല്ലെന്നുണ്ടെങ്കിൽ -1/3 മാർക്ക് നെഗറ്റീവ് ഉണ്ടാവും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഉത്തരം അറിയാവുന്ന ഉത്തരത്തിന് മാത്രം ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വിശദമായ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് റെയിൽവേ പറഞ്ഞിട്ട് നിഷ്കർഷിച്ചിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവ ഓരോ പോസ്റ്റിലേക്കുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. ഏജ് ഗ്രൂപ്പ് നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു 18 മുതൽ 33 വയസ്സിലുള്ളവർക്കാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ 2/1/1998 ശേഷവും, OBC-കാരാണ് 2/1/1990 ശേഷവും, SC/ST കാൻഡിഡേറ്റ് 2/1/1988 ശേഷവും ജനിച്ചവരായിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. എന്നാൽ OBC-കാർക്ക് 3 വർഷവും SC/ST-കാരെ കാൻഡിഡേറ്റ് 5 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്കും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം എന്നതിനും കൂടി ഓർമ്മിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കും അല്ലെങ്കിൽ ITI പാസ്സാർക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയും. ITI അല്ലെങ്കിൽ 10ാം ക്ലാസ് ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്.
എല്ലാ കാൻഡിഡേറ്റ്സും 500 രൂപ ആയിരിക്കും അപേക്ഷാ ഫീസ്. അതിലെ ജനറൽ കാൻഡിഡേറ്റ്സിനും ഒക്കെ ആണെങ്കിൽ 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST കാറ്റഗറികൾക്കും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ട്രാൻസ്ജെൻഡർ OBC മൈനോറിറ്റി ആയിട്ടുള്ളവർക്കൊക്കെ 250 രൂപ മതിയാവും. അത് കോഷൻ ഡിപ്പോസിറ്റ് അവർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. അതേപോലെ ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപ സമർപ്പിച്ച് കഴിഞ്ഞാൽ 400 രൂപ പരീക്ഷ ഒന്നാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 400 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ സമർപ്പിക്കണം. ഓൺലൈനായിട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ. ഫീസും അതുപോലെ ഓൺലൈനായിട്ട് തന്നെ നമ്മൾ അടയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് മാത്രമേ എമൗണ്ട് റീഫണ്ട് കിട്ടത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് റീഫണ്ട് കിട്ടില്ല. അത് നിങ്ങളെ പരീക്ഷ എഴുതുന്ന ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതുപോലെ റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ പാലിച്ചായിരിക്കും ഫൈനൽ നിയമനം നടത്തുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വഴിയായിരിക്കും ഇനിഷ്യൽ സെലക്ഷൻ. അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ചോദ്യത്തിന്റെ മോഡലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 90 മിനിറ്റ് നീളുന്ന പരീക്ഷയായിരിക്കും. ജനറൽ സയൻസ് 25 ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സ് 25 ചോദ്യങ്ങൾ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ചോദ്യങ്ങൾ, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അങ്ങനെ 20 ചോദ്യം, അങ്ങനെ ആകെ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 1.5 മണിക്കൂർ സമയം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1/3 അല്ലെങ്കിൽ തെറ്റായ ഉത്തരത്തിന് 1/3 മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. മാത്തമാറ്റിക്സിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട്. കാരണം 10ാം ക്ലാസ് ലെവലിലെ ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നീട് അവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 35 കിലോഗ്രാം വെയിറ്റ് 100 മീറ്റർ ദൂരം 2 മിനിറ്റ് കൊണ്ട് അത് ക്യാരി ചെയ്യണം. ലേഡീസ് ആണെങ്കിൽ 20 കിലോഗ്രാം വെയിറ്റ് 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ ദൂരം അത് എടുത്തുകൊണ്ട് പോകാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1000 മീറ്റർ 1 കിലോമീറ്റർ 1000 മീറ്റർ ഓട്ടം 4 മിനിറ്റ് 15 സെക്കൻഡ് ഫിനിഷ് ചെയ്യണം. വനിതകൾ അതുപോലെ 1 കിലോമീറ്റർ ഓട്ടം 5 മിനിറ്റ് 40 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താൽ മതിയാവും. അങ്ങനെ 2 ക്വാളിഫൈ ചെയ്താൽ മതി. ഇത് ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നോർമലി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പൊ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നോക്കുക. അതിനുശേഷം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ആദ്യം നമ്മളൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ യൂസർ ID യും പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് RRBയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന ലിങ്ക് വഴി തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ വഴിയുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഫീസ് അടയ്ക്കാനുള്ള ലിങ്കും ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ലൈവ് ഫോട്ടോ ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അത് അങ്ങനെ തന്നെ ചെയ്യണം, അല്ലാതെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനല്ല വേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ നമ്മുടെ സിഗ്നേച്ചർ സ്മോൾ ലെറ്ററിലായിരിക്കണം സൈൻ ചെയ്ത സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, ഓൺലൈൻ ആയിട്ടുള്ള മോഡൽ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻവാലിഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് റിജക്ട് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് മാത്രം നമ്മൾ മാത്രം സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട റീജിയണൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ ഇമെയിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഹമ്മദാബാദ്, അജ്മീർ, ബംഗളൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗോരഖ്പൂർ, ഗുവാഹട്ടി, കൊൽക്കത്ത, മുംബൈ, പട്ന, പ്രയാഗ്രാജ്, നോർത്ത് സെക്കന്ദരാബാദ്, അങ്ങനെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ ഇമെയിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയ ഡീറ്റെയിൽസ് ആൻഡ് നോട്ടിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും.
അതുപോലെ വേറിയ റീജിയണൽ റിക്രൂട്ട്മെന്റ് സെന്റർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ട് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. ഇതിലേക്ക് താല്പര്യമുള്ള 2026 മാർച്ച് 2 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. താല്പര്യമുള്ളവർ 10ാം ക്ലാസ്സും അല്ലെങ്കിൽ IT ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. താല്പര്യമുള്ള അവസരം പരമാവധി വിലപ്പെടുത്ത 22,195 വേക്കൻസികളുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.